നമ്മുടെ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന 3 ഘടകങ്ങളെക്കുറിച്ചാണ് റോഡ് മാപ്പ് ടു സക്സസ് സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. യു, വെസ്റ്റീജ് ആൻഡ് വിന്നിംഗ് ടീം. ഈ 3 കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളുകളുണ്ട്. ഒരുപക്ഷെ വെസ്റ്റീജ് ചെയ്തു തരുന്ന കാര്യങ്ങൾ വിന്നിംഗ് ടീമിനോ നിങ്ങൾക്കോ ചെയ്യാൻ സാധിക്കാത്തതാണ്. ദെൻ വിന്നിംഗ് ടീം ചെയ്തു തരുന്ന കാര്യങ്ങൾ വെസ്റ്റീജിനോ നിങ്ങൾക്കോ ഫോളോ ചെയ്യാൻ സാധിക്കാത്തതാണ്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ വെസ്റ്റീജിനോ വിന്നിംഗ് ടീമിനോ സാധിക്കില്ല. സോ 3 കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള റോളുകളുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം വളരെയധികമുണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എന്ന് പറയുന്ന ഘടകമാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ബിസിനസ്സിൽ മാത്രം കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള രീതികളുണ്ട്. പക്ഷേ ആ രീതികളെല്ലാം തന്നെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കപ്പെടുന്നത് നമ്മൾ ഈ ബിസിനസ്സിനോടും ലൈഫിനോടും നമുക്കുള്ള ആറ്റിറ്റ്യൂഡുകൾ, അതുപോലെ തന്നെ വലിയ വലിയ കാഴ്ചപ്പാടുകൾ, ദെൻ മാസീവായിട്ടുള്ളൊരു ആക്ഷൻ മോഡിലുള്ള ഒരു മൈൻഡ് സെറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് വെസ്റ്റീജും വിന്നിംഗ് ടീമിൻ്റെയും സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ശരിയായാൽ എല്ലാം ശരിയാകും. ഒരു മനുഷ്യൻ ശരിയാവുന്നതിൻ്റെ റിസൾട്ടാണ് ഈ ലോകം മുഴുവൻ ശരിയാവുന്നത്. ഒരു സ്റ്റോറി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഭൂപടം ഒരു കുട്ടിക്ക് കട്ട് പീസുകളായിട്ട് കൊടുക്കുന്നു. ആ കുട്ടിയോട് ഒരു ടാസ്ക് ആയിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ ഭൂപടം എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ തിരിച്ച് യോജിപ്പിച്ചു വെക്കണം. വളരെ ഇംപോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക് ആണ് ആ കുട്ടിക്ക് കൊടുത്തത്. പക്ഷെ വിത്തിൻ സെക്കൻഡ്സ് ആ കുട്ടി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരികയാണ്. കൊടുത്ത വ്യക്തിക്ക് വളരെ അത്ഭുതമായി, എങ്ങനെയാണ് നീ ഇത്ര പെട്ടെന്ന് ഇത് ശരിയാക്കിയത്? ഇത് ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഭൂപടമല്ല ശരിയാക്കിയത്, ആ ഭൂപടത്തിന്റെ പിന്നിൽ ഒരു മനുഷ്യന്റെ ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം കൃത്യമായിട്ട് യോജിപ്പിച്ച സമയത്ത് ഭൂപടവും ശരിയായി. സോ നിങ്ങൾ ശരിയായാൽ നിങ്ങളുടെ ലോകം മുഴുവൻ ശരിയായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓഫ് ദിസ് ബിസിനസ്. നമ്മൾ നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങുകളിലൂടെയും നിരന്തരമായിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാമുകളിലൂടെയും നമ്മൾ ആർജിച്ചെടുക്കുന്ന, പ്രാക്ടിക്കൽ ലേണിങ്ങിലാവട്ടെ അല്ലെങ്കിൽ തിയററ്റിക്കൽ ലേണിങ്ങിലാവട്ടെ ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നമ്മളുടെ അറിവുകൾ, നമ്മുടെ സ്കില്ലുകൾ എന്നിവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ വളർത്തുന്നതിനായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള നോളജ്, പ്രാക്ടിക്കൽ നോളജ് ആണ്. ഒരുപാട് തിയറി പഠിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടിക്കലി നമ്മളൊരു കാര്യം ചെയ്ത് പഠിക്കുക എന്നുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ ഓർക്കുക. ഒരുപക്ഷെ നടക്കാൻ നമ്മൾ പഠിച്ചത് ചെയ്ത് പഠിച്ചതാണ്. സംസാരിക്കാൻ നമ്മൾ പഠിച്ചത് ചെയ്ത് പഠിച്ചതാണ്. നീന്താൻ പഠിച്ചത് ചെയ്ത് പഠിച്ചതാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത് ചെയ്ത് പഠിച്ചതാണ്. കുക്കിംഗ് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. മാത്തമാറ്റിക്സ് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. സോ എല്ലാം തന്നെ ചെയ്ത് പഠിക്കേണ്ടതാണ്. തിയറിക്ക് വളരെ ചെറിയ റോള് മാത്രമാണ് ഏത് ലേണിംഗ് പ്രോസസ്സിലും നമുക്ക് കാണാൻ സാധിക്കുക. സോ യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓഫ് ദിസ് ബിസിനസ്. ഈ ബിസിനസ്സിൽ എന്നല്ല, ലോകത്തിൽ ഏതു മേഖലയിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നവർ എല്ലാവരും തന്നെ വിജയിക്കുന്നില്ല. അതിനുള്ള റീസൺ, ആ മേഖലയിൽ വിജയിക്കാൻ വേണ്ടിയുള്ള അറിവുകളാവട്ടെ കഴിവുകളാവട്ടെ ആർജിച്ചെടുക്കാനുള്ള മനോഭാവമില്ലാത്തതാണ് സ്ട്രഗിൾ ചെയ്യാൻ കാരണമായിട്ട് തീരുന്നത്. സോ തിയററ്റിക്കൽ നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടിക്കൽ നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തൗട്ട് പ്രാക്ടിക്കൽ തിയറി ഈസ് നത്തിങ്, ആബ്സല്യൂട്ട്ലി നത്തിങ്. സോ ഈ അറിവുകളും കഴിവുകളും മാക്സിമം വർദ്ധിപ്പിക്കാനുള്ള എല്ലാവിധ പ്രോഗ്രാമുകളും നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. അത് വിന്നിംഗ് ടീം ചെയ്യുന്ന ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാമുകളാവട്ടെ, നിങ്ങളുടെ അടുത്തുള്ള DLCPയിൽ നടക്കുന്ന CEO മീറ്റിങ്ങുകളാവട്ടെ, അല്ലെങ്കിൽ ഓൺലൈനിൽ നടക്കുന്ന CEP പ്രോഗ്രാമുകളാവട്ടെ, ഇതെല്ലാം തന്നെ നിരന്തരമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ ശരിയാകുമ്പോൾ നിങ്ങളുടെ ലോകം മുഴുവനായിട്ട് ശരിയാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞ പോലെ, നിങ്ങൾ ശരിയാകുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ വിജയത്തിനായി ഗൂഢാലോചന നടത്തും. വൈ വെസ്റ്റീജ് ആൻഡ് വൈ വിന്നിംഗ് ടീം. ഈ കാര്യങ്ങൾ നമ്മൾ അടുത്ത സീരീസിൽ സംസാരിക്കുന്നതാണ്. താങ്ക് യു. വിഷ് യു വെൽത്ത്.